കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എന്നരുൾ ചെയ്ത യേശുനാഥ, എൻ്റെ യേശുനാഥൻ ആദ്യ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കടലിന് മീതെ നടന്നു എന്നുള്ളൊരു വചനം പറഞ്ഞപ്പോഴാണ് ഇത്രയും അധികം ഇവിടെ ഈ പ്രശ്നങ്ങൾ, ഈ വചനത്തിൽ കൂടെയാണ് പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ത്രേസ്യാപുരത്ത് വരാൻ കാരണം. എന്നുവെച്ചാൽ അമ്മയാണെങ്കിൽ ഇത് ഭവന പ്രാർത്ഥന, അപ്പോൾ അതിൽ എല്ലാവരും ഓരോ വചനം പറഞ്ഞ് അവർ യേശുവിനെ ക്ഷണിക്കണ ഒരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരും വചനം പറയണ കണ്ടപ്പോൾ അമ്മയ്ക്കത് സങ്കടം വന്നു. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു വചനം പറയണമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞ വചനം ഇതാണ്: കടലിന് മീതെ നടന്ന യേശുനാഥ, ഞാൻ അങ്ങയെ എൻ്റെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അതിലിരുന്നവർ, അതിലെ ലീഡർ, അതിൻ്റെ ആ ലീഡർ പറഞ്ഞു ഇങ്ങനൊരു വചനം ഇല്ലയെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. അത് വെളിയിൽ ആൾക്കാരോടൊക്കെ പറഞ്ഞു അങ്ങനൊരു വചനം ഇല്ലേ എന്ന്. അപ്പോൾ അത് ഉടനെ പള്ളിയിൽ അങ്ങനെ വചനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ആ വചനം പള്ളിയിൽ വായിക്കുകയായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണ് അമ്മ ഓരോ വചനത്തിൽ കൂടിയും ഓരോന്നമ്മ ഇങ്ങനെ ഓരോ കഥകൾ കൂടിയും അങ്ങനെ അമ്മയ്ക്കിതിൽ ഭയങ്കര ഒരിതായിട്ട് ഇതിൽ പിടിച്ചിരിക്കാൻ അമ്മയ്ക്ക് പറ്റിയത്. ആ വചനം അതെനിക്ക് അത്രയ്ക്ക് ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. എന്ന് വെച്ചാൽ കടലിൻ്റെ ഒരു മുത്തിനെ തന്നെ ഞാൻ മകനെന്ന് പറയുകയും ചെയ്തു. എന്നുവെച്ചാൽ ആ വൈദികനെ തന്നെ ഇവിടെ ഇട്ട് ക്രൂരമായി പീഡിപ്പിക്കുമ്പം എൻ്റെ മോനെന്ന് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ജാതി ആണ് ഇവിടെ പ്രശ്നം വന്നത്. ആ ജാതിക്കാരനെ നീ മോയെന്ന് പറഞ്ഞു, അവന് ആഹാരം കൊണ്ട് കൊടുക്കണു, അതൊക്കെ കുഴപ്പം. മക്കളെ ആ വെളിയിൽ അവിടെ ആ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കണതിന് ഒരു കുഴപ്പവുമില്ല. ആരെയും കയ്യിൽ കൊടുത്താലാണ് പ്രശ്നം. അവിടെ കൊണ്ട് ഞാൻ വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വന്നത്. ഈ വചനമാണ് ആദ്യം പ്രശ്നമായിട്ടേ വന്നത്. കടലിന് മീതെ നടന്ന യേശുനാഥൻ നടന്നു. കടലിന് മീതെ ആക്ക് വേണോ നടക്കാം മക്കളെ, ധൈര്യം. ദൈവം ഇട്ട ഉയിര് ദൈവം എടുക്കുമ്പോഴേ, അത് കടലിൻ്റെ മീതെ അവിടെ നടന്നാലും ദൈവം ഇട്ട ഉയിര് ദൈവം എടുക്കുമ്പോഴേ പോകൂ. ജീവനുണ്ടെങ്കിൽ ആ ദൈവം തിരിച്ച് ആ കടലിൻ്റെ മീതെ നടന്നിട്ട് ഉയരുന്ന ദൈവം കൊണ്ട് തര തന്നെ ചെയ്യും. ഒരു ആക്സിഡൻ്റ് ആയാലും ശരി തന്നെ മക്കൾ, ആ ജീവനെ എടുക്കാൻ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം എടുക്കുമോ, അല്ലാതെ ആ ജീവനെ എടുക്കുമോ? ഇല്ല, ഒരിക്കലും എടുക്കൂല. അത്രയ്ക്ക് ആ വചനത്തിൽ അമ്മയ്ക്ക് ആഴമായി. അമ്മ ഒത്തിരി കരഞ്ഞു. കണ്ണീരും കടലിൻ്റെ ഉപ്പാണ് മക്കളെ. ആ കണ്ണീരിൻ്റെ കടലിൽ കൂടിയും വേണമെങ്കിൽ നമുക്ക് നടക്കാം. ജീവിതം അങ്ങനെയുള്ള ഒരു കടലിൻ്റെ കരയിൽ കൂടി നമുക്ക് കടലിൻ്റെ തീരത്തോടി നടക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ട്. എല്ലാവരും ആ ഭാഗ്യത്തിൽ കൂടെ കടന്നാണ് പോകണമെന്ന് വെച്ചാൽ എല്ലാവരും കരയുന്നുണ്ട്. ജീവിതത്തിൽ കണ്ണീരില്ലാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? കണ്ണീരിൻ്റെ ഉപ്പ് കടലിൻ്റെ ഉപ്പാണ്. അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയാണ്. അമ്മയ്ക്ക് അതാണ് തോന്നിയത്. ഒത്തിരി അമ്മ വൈദ്യരോട് പോയി ചോദിക്കാം, നീ കടലിൻ്റെ മീതെ നടന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ ചില കൊച്ചു കുട്ടികളെ പോലുള്ള വൈദ്യരൊക്കെ ആരും പറയും, എന്നാണ് ഞാൻ എൻ്റെ ജോബിനെ പോലെ ഒരു വൈദ്യൻ ഇപ്പോൾ പട്ടം കിട്ടി, അപ്പോൾ ഞാൻ കടലിൻ്റെ മീതെ നടന്നു, ഞാൻ നടക്കും കടലിൻ്റെ മീതെ. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു ധൈര്യം, അതാണ് മക്കളെ വചനം. നമ്മളെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആ ധൈര്യമാണ് ആ വചനം. വചനത്തിൽ കൂടെയാണ് നമ്മൾ ഓരോന്ന് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഓരോ വചനത്തിന് നമ്മളെ ഹൃദയത്തിനെ തൊട്ട് സ്പർശിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് ഈ വചനം. നമ്മൾ വചനത്തിനെ ആ ഹൃദയത്തിൽ അത് അതിൻ്റെ ഇതിൽ ജീവിച്ചാൽ നമുക്ക് ആ ഒരു ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അമ്മ ഇനിയിപ്പം ഗസമതോട്ടത്തിൽ എത്രയും പെട്ടെന്ന് കയറി പറ്റും. എന്നിട്ട് എല്ലാ പള്ളിയുമായിട്ടുള്ള എല്ലാ വൈദികരിരുന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അമ്മ പോകും. എന്ന് വെച്ചാൽ അവിടെ സത്യമായിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ വൈദ്യരെ എതിർത്ത് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ പറയും. അല്ലാതെ നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അമ്മ അതിനൊക്കെ സപ്പോർട്ട് തന്നെ ചെയ്യും. നല്ലത് നടക്കണം, സത്യം ജയിക്കണം. അതാണ് അമ്മയ്ക്ക് എല്ലായിടവും അതേ ഉള്ളൂ. അല്ലാതെ വൈദ്യനെ വഴക്ക് പറഞ്ഞും പീഡിപ്പിക്കുന്നതല്ല. ഇപ്പോൾ ഇവിടെ പറയാണ് പള്ളിയിൽ നടക്കുന്ന കാര്യമൊന്നും വെളിയിൽ പറയല്ലേ എന്ന്. ഇല്ല മക്കളെ, പള്ളിയിൽ എന്തെങ്കിലും തെറ്റായ കാര്യം നടക്കണമെങ്കിൽ അതെൻ്റെ നാട്ടിലെ എല്ലാ മക്കളോടെയും ഞാൻ അത് അറിയിക്കും. എന്ന് വെച്ചാൽ അത് അറിയിച്ചേ പറ്റൂ, പിതാവ് അത് അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പള്ളിയിൽ എന്തെങ്കിലും എല്ലാ കാര്യത്തിനും അതിന് ഓടി പോവും. ഞാൻ കൂടെ പോയാലേ എന്തിനാണ് അവിടെ നടക്കുന്നത്, എന്താണ് സത്യസന്ധത എന്നൊക്കെ അമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് മോശമാണ് ഇവിടുത്തെ ആ ഒരു ഇത്. അത്രയ്ക്ക് മോശം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അത് ഞാൻ കൂടെ പോയാലേ എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ തന്നെ അമ്മയുടെ യൂട്യൂബിൽ എൻ്റെ മോൻ കട്ടാക്കിയപ്പോൾ അവൻ തന്നെ ഓടിപ്പോയി ശരിയാക്കി കൊണ്ടുവന്ന്, എന്നിട്ട് ഉമ്മവും തന്നിട്ട് പോയി. ഇന്നലെ അവൻ പഠിക്കാൻ പോയി, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൻ ഇന്നലെ എനിക്ക് ഉമ്മവും തന്നിട്ട് പോയി. അപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ കൂടെ കുറേ പിള്ളേർ സന്തോഷത്തിൽ ആക്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. എന്ന് വെച്ചാൽ അമ്മ ഒരു ആക്രി പറക്കണ ഒരാൾ തമിഴ് സംസാരിക്കുന്നതായിട്ടപ്പോൾ ഒരാൾ ഇവിടെ വന്ന് എനിക്ക് ഒത്തിരി വഴക്കൊക്കെ തന്നിട്ട് പോയി. അത് ആക്രി
പറക്കി വിൽക്കുന്നത് ഒന്നും ഒരു തെറ്റല്ല മക്കളെ. ആ ജോലി ഒരു തെറ്റുമില്ല. അങ്ങനെ ആരെയും പറക്കി വിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ മോഷ്ടിക്കാതിരുന്നാൽ മതി. അടുത്തവൻ്റെ വക മോഷ്ടിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. ആക്രി പറക്കി വിൽക്കുന്ന മക്കളെ എനിക്ക് ഒത്തിരി സ്നേഹമാണ് മക്കളെ. ഒരു ജോലിയും ചെയ്യാതെ മടിച്ച് മോഷ്ടിച്ച് തിന്നതാണ് തെറ്റ് മക്കളെ. ആക്രി ജോലി ഒരു തെറ്റുമില്ല, ഒരു മടിയില്ല. ആ ആക്രി ജോലി ചെയ്ത് പണക്കാരായി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മക്കളെ. അപ്പോൾ അത് തെറ്റായിട്ടൊരു ജോലിയെന്ന് ഞാൻ പറയില്ല. ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കുഴിമടിച്ച് മടിയായിട്ട് ഇരിക്കണവർ അങ്ങനെ ഇരിക്കാതെ എന്ത് ജോലിയും ചെയ്യാം. ഞാൻ ഏത് ആക്രി പറക്കി ജീവിക്കും. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഒത്തിരി അനുഭവം ഒന്നും ഉണ്ടാകും. ടി വിയിൽ കണ്ട ഒരു വാർത്തയാണ് മക്കളെ. അതൊരു വയ്യാത്തൊരു ഒരു ബഹലാംഗമായിട്ട് നടന്നു തിരിയണ ഒരാൾ വള്ളത്തിൽ പോയി ആ കായലിൽ കിടക്കുന്ന കുപ്പികളെല്ലാം പറക്കി ആക്രി എല്ലാം പറക്കി വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതൊക്കെ ഫോട്ടോ എടുത്തയച്ച് മനോരമ ന്യൂസ് വഴി എന്തോ ഫോട്ടോ എടുത്തയച്ച് ഇത് ആരെ ഇതിലേക്ക് എത്തി, നമ്മളെ പ്രധാനമന്ത്രിയുടെ എത്തിയപ്പോൾ ആ പ്രധാനമന്ത്രിക്ക് ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്ന് വെച്ചാൽ കായൽ വൃത്തിയാവുകയും ചെയ്യണു. ഇങ്ങനെ ഒരു ഇത്രയും കാല് സ്വാധീനമില്ലാത്ത ഒരാളാണ് വള്ളത്തിൽ പോയി ഈ ഇത്രയും നല്ലൊരു ജോലി ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് ആദരമാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ പൈസയായിട്ടും അങ്ങേർക്ക് എല്ലാ രീതിയിലും ബാങ്കിലൊക്കെ അക്കൗണ്ടിലും ഒക്കെ ഇട്ട് കൊടുത്തത്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ആ വാർത്ത വഴിയാണ് മക്കളെ അമ്മ കണ്ടത്. മനോരമ ന്യൂസ് വാർത്ത വഴിയാണ് അമ്മ അത് കണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഒരു പ്രധാനമന്ത്രി തന്നെ അതിന് മുന്നിട്ട് ആ മെഡലൊക്കെ ഇതെല്ലാമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാൻ ഒത്തിരി മുന്നിട്ട് വന്നു മക്കളെ. അതുകൊണ്ട് ഒരു ജോലിക്ക് ഒരു നാണക്കേടില്ല മക്കളെ. മോഷ്ടിക്കുന്നതാണ് നാണക്കേട് മക്കളെ. പിന്നെ തെറ്റായിട്ട് കഞ്ചാവും അതൊക്കെ വിറ്റ് ജീവിക്കുന്നതാണ് തെറ്റ്. അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ ജോലി എന്ത് ജോലിയായാലും നമുക്ക് കാരക്ക വിൽക്കാം, മാങ്ങ വിൽക്കാം, എന്ത് ജോലി ഒരു ജോലിക്ക് ഒരു നാണക്കേടുമില്ല മക്കളെ. മോഷ്ടിച്ച് തിന്നാതിരുന്നാൽ മതി. നമ്മളെ ജോലി നമുക്ക് കിട്ടിയ ദൈവം തന്ന കഴിവ് അത് നമ്മൾ പ്രകടിപ്പിച്ച് നമ്മളെ എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. ഈ ജോലി ഒരു മോശമെന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട. എല്ലാവരുടെ ജോലി അതിന് ദൈവത്തിന് ഇഷ്ടമാണ് മക്കളെ. ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നമ്മളെ ദൈവത്തിന് ഇഷ്ടമാണ് മക്കളെ. എല്ലാ മക്കളെയും ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം എൻ്റെ സ്വരം കേൾക്കണം. എല്ലാ മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. എൻ്റെ ചെല്ല മക്കളെല്ലാം നല്ല കുടുംബം നിങ്ങൾ സന്തോഷമായിരിക്കണം. ആ മക്കളെല്ലാം ചേർത്ത് പിടിച്ച് ഒക്കെ സന്തോഷം. ഇവിടെയും ഒത്തിരി സങ്കടമായിട്ടുള്ള കുടുംബം ഇതായിട്ട് പോയെങ്കിലും ഒരു കുഴപ്പമില്ല. എൻ്റെ മോനും സന്തോഷമായിരിക്കണം. ഞാൻ വിളിച്ചു ആഹാരമൊന്നും കഴിച്ചില്ല എന്ന് അവൻ പറഞ്ഞു. എന്നാലും ആഹാരം ട്രെയിനിലിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവൻ പഠിക്കാൻ പോയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളെ മക്കളും പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഉമ്മയൊക്കെ കൊടുത്ത് അമ്മ പക്ഷേ ഉമ്മ കൊടുത്തിട്ട് അമ്മയ്ക്ക് സങ്കടം വന്നു. അവൻ എനിക്ക് ഉമ്മ തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക മക്കളെ. കുടുംബജീവിതമാണ് നിങ്ങൾക്ക് ഏറ്റവും. ഇതിൽ കരുണയുടെ സഹായവും എല്ലാ സഹായവും നിങ്ങൾ ഇതിലോട്ട് തന്നാൽ മതി മക്കളെ. പിതാവിൽ കൂടി എനിക്ക് വൈദ്യരിൽ കൂടി എല്ലാ സഹായങ്ങളും എല്ലാവരെയും എത്തിക്കേണ്ടിയുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം വയ്ക്കട്ടെ ഞാൻ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുക.